മുകുന്ദനുണ്ണിയുടെ മർഡർ കേസ് കൊണ്ട് ചിലർ എനിക്കെതിരെ നന്നായി കളിക്കുന്നുണ്ട്. പെരുമാൾ പറഞ്ഞതുപോലെ ആർ.കെ. മേനോൻ തന്നെ ആകാം. വീണ് കിട്ടിയ അവസരം അയാൾ പരമാവധി മുതലെടുത്തിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമാവോ സർ? ആയല്ലോ. പ്രശ്നമാക്കാൻ ഉദ്ദേശിച്ചവർക്ക് ഇനി സന്തോഷിക്കാം. എന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പോ സാറിനെ ഈ മർഡർ കേസിൽ കൊടുക്കാനാണല്ലോ ശ്രമം? അതെ പെരുമാൾ. പക്ഷെ ആ കുടുക്കിൽ വീഴാതെ നോക്കേണ്ടത് എന്റെ ആവശ്യമല്ല. ഒരു വൈൽഡ് പ്ലാനിങ് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അത് കണ്ടെത്തിയേ പറ്റൂ. എന്തൊരു ചോദ്യം ഇത്? മുകുന്ദനുണ്ണിയെ ഞാൻ കണ്ടിട്ട് എത്ര കാലമായി? എനിക്ക് അവനുമായി യാതൊരു റിലേഷനും ഇല്ല. പണ്ട് അവനുമായിട്ട് പരിചയമുണ്ടെന്ന് കരുതി അവന്റെ മരണത്തെ പറ്റി ഞാനെന്തു പറയാനാ? മുകുന്ദനുണ്ണിയുടെ മരണത്തെപ്പറ്റി നീ ഒന്നും പറയേണ്ടി വരില്ല. തെളിവുകൾ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കും മുകുന്ദനുണ്ണി എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന്. നിങ്ങൾ എന്നെ സംശയിച്ച് എന്തിനാ സംസാരിക്കുന്നത്? ഞാൻ വീട്ടിൽ ഒതുങ്ങി കഴിയുന്ന ഒരു വീട്ടമ്മയല്ലേ. ഏതോ ഒരു ക്രിമിനൽ കൊല്ലപ്പെട്ടതിന് എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്താ? നീ കൂടുതൽ നിഷ്കളങ്ക ചമയല്ലേ. മുകുന്ദനുണ്ണി കൊല്ലപ്പെടും മുമ്പ് എന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന കാര്യം നീ മറക്കരുത്. അവനെ എന്തിനാണ് ഞാൻ കസ്റ്റഡിയിൽ എടുത്തതെന്ന് നിനക്കറിയാമോ? മേനകയുടെ കല്യാണം മുടക്കാൻ ശ്രമിച്ചതിനാണ് ഞാൻ അവനെ പിടികൂടിയത്. അവൻ എന്തിനു വേണ്ടിയാണ് മേനകയുടെ കല്യാണം മുടക്കാൻ തയ്യാറായതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് നീ വിചാരിക്കരുത്. അത് മുകുന്ദനുണ്ണിയുടെ പഴയ കാമുകിയല്ലേ മേനക? അതുകൊണ്ടായിരിക്കും. മേനക മുമ്പ് മുകുന്ദനുണ്ണിയുടെ കാമുകിയായതുകൊണ്ട് മാത്രമാണോ അവൻ അവളുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചത്? അതോ നിന്റെ കയ്യിൽ നിന്ന് പണം പ്രതീക്ഷിച്ചിട്ടാണ്? നീ അവന് കൊടുത്ത പണത്തിന്റെ കണക്കൊക്കെ എനിക്കറിയാം. അന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം എന്ന് കരുതി ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? നീ ചെയ്ത് കഴിഞ്ഞു. നീ കൊടുത്ത കൊട്ടേഷനല്ലേ മുകുന്ദനുണ്ണി ഏറ്റെടുത്ത ദൗത്യം. എന്നിട്ടാണോ നീ പറയുന്നത് നിനക്കിപ്പോ മുകുന്ദനുണ്ണിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്? നിങ്ങൾ മുകുന്ദനുണ്ണിയുടെ കൊലപാതകവുമായി എന്നെ ബന്ധിപ്പിക്കാൻ നോക്കണ്ട. അവനെ കൊന്നതുമായി ബന്ധപ്പെട്ട ചില ന്യൂസുകൾ ഞാനും അറിഞ്ഞു. അവനെ കസ്റ്റഡിയിലിട്ട് മർദ്ദിച്ച് കൊന്നത് നിങ്ങളല്ലേ? എന്നിട്ട് നിങ്ങൾ മുകുന്ദനുണ്ണിയുടെ ജഡം കായലിൽ കൊണ്ടെറിഞ്ഞു. അതിന്റെ പേരിൽ സസ്പെൻഷനിലായിട്ട് നിൽക്കുമല്ലേ നിങ്ങളിപ്പോ? നിങ്ങൾ എന്നെ വരട്ടാൻ വരാതെ പോയി സ്വന്തം രക്ഷ നോക്ക്. അല്ലെങ്കിൽ ഇത് പഴയ കേസ് പോലെയല്ല, ഇത് കൊലക്കേസാ. ഈ ജന്മത്ത് നിങ്ങൾ സർവീസിൽ തിരിച്ചു കയറില്ല. മുകുന്ദനുണ്ണി മരണപ്പെട്ടത് നീ അറിയാതെയാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. നീ അറിയാതെ അവന്റെ മർഡർ നടക്കില്ല. മുകുന്ദനുണ്ണിയെ ഇല്ലാതാക്കാൻ നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അതെല്ലാം അറിയാമെങ്കിൽ തെളിയിക്ക്. ഞാൻ വെല്ലുവിളിക്കുന്നു. അത് ഞാൻ തെളിയിക്കും. എല്ലാ തെളിവുകളും എനിക്കെതിരാണെന്ന് നീ കരുതണ്ട. ചില തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ഒന്നോർത്തോ, നീ രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെടാൻ പോകുന്നത് ആരാണെന്നും ജയിലിൽ അടയ്ക്കപ്പെടാൻ പോകുന്നത് ആരാണെന്നും നമുക്ക് കണ്ടറിയാം അപ്പുക്കുട്ട. നിനക്ക് സസ്പെൻഷൻ കിട്ടിയതിന് ആരെ കുറ്റപ്പെടുത്താനാ? അതിന് ഉത്തരവാദി നീ തന്നെയാ. മുകുന്ദനുണ്ണിയുടെ മർഡറിൽ എനിക്കൊരു പങ്കുമില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മുകുന്ദനുണ്ണിയെ അകാരണമായിട്ട് കസ്റ്റഡിയിലെടുത്ത് തന്നെ ഒരു തെറ്റല്ലേ? അവൻ ഒരു ഫ്രോഡാണ്, സമ്മതിക്കുന്നു. പക്ഷേ സാഹചര്യങ്ങൾ നിനക്കെതിരല്ലേ? നീ അവനെ കസ്റ്റഡിയിലെടുത്ത് വിരട്ടിയതിന് പോലീസിൽ തന്നെ സാക്ഷികളുണ്ട്. എന്നാ നീ മുകുന്ദനുണ്ണിയെ വിട്ടയച്ചതിന് ഒരു സാക്ഷിയുമില്ല, തെളിവുമില്ല. വളരെ സംശയാസ്പദമാണ് നിന്റെ ചെയ്തികൾ. ഞാൻ എന്തിനാണ് അവനെ കസ്റ്റഡിയിലെടുത്ത് താക്കീത് ചെയ്യാൻ ശ്രമിച്ചതെന്ന് നിനക്കറിയാമോ? നിന്റെ പെങ്ങൾ മേനയ്ക്ക് വേണ്ടിയാണ്. അവളുടെ കല്യാണം മുടക്കാൻ മുകുന്ദനുണ്ണി ശ്രമിച്ചു. എന്നിട്ട് നീ പോലും എന്നെ തള്ളി പറയുകയാണ്. നീ മുകുന്ദനുണ്ണിയെ വകവരുത്തുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിനക്കിതെല്ലാം വന്നു ഭവിച്ചത് നിന്റെ വഴി ശരിയല്ലാത്തതുകൊണ്ടാ. അതായത് നിന്റെ വഴി പിഴച്ച ജീവിതം. അത് തന്നെയാണ് നീ ഇപ്പൊ കുഴപ്പത്തിൽപ്പെട്ടതിന്റെ എല്ലാം കാരണം. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതും ഇപ്പോൾ ചെയ്യുന്നതും എല്ലാം ശരിയാണ്. എന്റെ നന്മയേക്കാൾ ഞാൻ ആഗ്രഹിച്ചത് മറ്റുള്ളവർക്ക് നന്മ വരണമെന്നാണ്. അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിച്ചതാണോ എന്റെ വഴി പിഴച്ചതാണെന്ന് നിന്നെ കൊണ്ട് പറയിച്ചത്? നീ ഇപ്പോഴും എത്ര സമർത്ഥമായിട്ടാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്. എന്റെ പെങ്ങളെ നീ ചതിച്ചില്ലേ? അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ച
നിന്റെ വഴി പഴച്ച ജീവിതം. അതിനുള്ള ശിക്ഷയാ നിന്റെ സസ്പെൻഷൻ. ആ പെണ്ണുമായിട്ടുള്ള ബന്ധം നീ ഇനിയും തുടർന്നാൽ നീ കൂടുതൽ പ്രതിസന്ധിയിലാവുന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അവളെ ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചു, അവിടെ നീ എന്നെ പരാജയപ്പെടുത്തി. ഇപ്പോ നീ പരാജിതനായിരിക്കുന്നു. സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ മറ്റൊരുത്തിയുടെ തണൽ തേടി പോകുന്ന നിന്നെ ഞാൻ എന്ത് പേരിട്ടാ വിളിക്കേണ്ടത്? അപർണ ആരാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അവളെപ്പറ്റി നിനക്ക് ഒരറിവും ഇല്ലാത്തടത്തോളം നിനക്കെങ്ങനെ എന്തും പറയാം. എനിക്കറിയാം അപർണ ആരാണെന്ന്. എല്ലാം ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതല്ലേ? അല്ല, നീ അറിഞ്ഞതെല്ലാം തെറ്റാണ്. അപർണ എന്റെ രഹസ്യ കാമുകിയാണെന്നല്ലേ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? എങ്കിൽ ഇനി ആ ധാരണ മാറ്റിക്കോ. അവൾ എന്റെ ആരുമല്ല. അപർണ മണിമംഗലത്തെ കുട്ടിയാണ്. നീ എന്താ പറഞ്ഞത്? അപർണ മണിമംഗലത്തെ ചന്ദ്രേട്ടന്റെ മകളാ. നിന്റെ അച്ഛന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകൾ, നിന്റെ സഹോദരി, അവളാണ് അപർണ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നിന്റെ തെറ്റിനെ മറച്ചു പിടിക്കാൻ നീ എന്നോട് കള്ളം പറയാണ്. ഇക്കാര്യത്തിൽ എനിക്ക് കള്ളം പറഞ്ഞിട്ട് ഒരു നേട്ടവുമില്ല. അപർണ ഇവിടേക്ക് വന്നിരിക്കുന്നത് മണിമംഗലത്തുകാരുടെ അംഗീകാരം സ്ഥാപിച്ചു കിട്ടാനാണ്. അതിനുവേണ്ടി അവൾ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത് കൊണ്ടാ ഞാൻ അവളെ വാടക വീട്ടിലാക്കിയത്. ഇപ്പോഴും ഞാൻ അവളെ മണിമംഗലത്ത് കയറ്റാതെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് മരിച്ചുപോയ ചന്ദ്രേട്ടന്റെ മാനം രക്ഷിക്കാനാണ്. അല്ലെങ്കിൽ മേനകയുടെ കല്യാണം മുടങ്ങാനുള്ള മറ്റൊരു കാരണമാകും അപർണ. ഈ കല്യാണം കൂടി മുടങ്ങിയ മേനക ഇനിയൊരു വിവാഹ ജീവിതത്തിന് തയ്യാറാവില്ല. അതുകൊണ്ടാ ഞാൻ അപർണയെ തടഞ്ഞു നിർത്തിയത്. എന്റെ അച്ഛനെ പറ്റിയൊരു തെറ്റാണ് അപർണയെങ്കിൽ നീ എന്തിനാ അവളെ തടയുന്നത്? നീ എന്തിനാ അവളെ സംരക്ഷിക്കുന്നത്? നീയും അവളും തമ്മിലുള്ള ഏർപ്പാടെന്താ? ഇനി ഞാനൊന്നും വിളിക്കുന്നില്ല. നീ ഇപ്പൊ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും എനിക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ചന്ദ്രേട്ടൻ അപർണയെ സുരക്ഷിതമായി നോക്കണമെന്നാണ് ചന്ദ്രേട്ടൻ എന്നോട് ആവശ്യപ്പെട്ടത്. അപർണയുടെ അമ്മയ്ക്ക് നൽകാനാണ് മണിമംഗലം പണയപ്പെടുത്തി ചന്ദ്രേട്ടൻ അരുന്ധതിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയത്. മേനകയുടെ കല്യാണം കഴിയുന്നവരെ മണിമംഗലത്ത് ആരോടും ഈ സത്യം പറയരുതെന്ന് ഞാൻ തീരുമാനിച്ചതാ. ഇപ്പൊ നീ അറിഞ്ഞില്ലേ എല്ലാം. ഇനിയെങ്കിലും നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. മേനകയുടെ കല്യാണം കഴിയുന്നതുവരെ ആർച്ചിയോട് ഇക്കാര്യം പറയരുത്. നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു എന്ന് കരുതരുത്. എന്റെ അച്ഛനെ പറ്റിയാണ് നീ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും എനിക്ക് അംഗീകരിക്കാനാവില്ല. നീ ഇത് ആദ്യം പറയേണ്ടിരുന്നത് എന്നോടായിരുന്നില്ല, ആർച്ചിയോടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നീ അത് പറഞ്ഞില്ല? നീ പറഞ്ഞില്ലെങ്കിലും എന്റെ പെങ്ങളോട് ഇതെല്ലാം എനിക്ക് പറഞ്ഞേ പറ്റൂ. അവള് പറയട്ടല്ല. മാധവൻ, മാധവൻ, മാധവ നിൽക്കൂ. മാധവ, ആർജെ, ആർജെ, ആർജെ. മാധവ, എടുത്തു ചാടി ആർച്ചോട് ഇപ്പൊ ഇക്കാര്യം പറയരുത്. ഞാൻ ആരോട് എന്ത് പറയണമെന്ന് നീ തീരുമാനിക്കണ്ട. എന്റെ പെങ്ങളെ അപർണയുടെ പേരിൽ നീ എന്തുമാത്രം തീ തിരിച്ചു. ഇനി അത് പറ്റില്ല. ആർജെ. മാധവ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ അത് ആർച്ചി അറിയുന്നതിൽ നിനക്കെന്താ പ്രശ്നം? നീയും ആർച്ചിയും തമ്മിലെങ്കിലും പ്രശ്നമില്ലാതിരിക്കുമല്ലോ. ആർച്ചെ. ഏയ് മാധവ, നിന്നെ പോലെ അല്ല ആർച്ച. ഞാൻ അപർണയുടെ കാര്യം പറഞ്ഞപ്പോ നിനക്കിപ്പോഴും അവളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ആർച്ചയും മേനകയും ഒക്കെ അപർണയെ ഉൾക്കൊള്ളാൻ ഒരിക്കലും തയ്യാറാവില്ല. ആ വാർത്ത അവരെ കൂടുതൽ വേദനിപ്പിക്കും. മേനകയുടെ കല്യാണം അടുത്ത് വരുമ്പോ ഈ വീട്ടിൽ അപർണയുടെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഉചിതമല്ല. നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും എനിക്ക് തലേ കയറില്ല. ഇപ്പോഴും നീ പറഞ്ഞതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്റെ അച്ഛൻ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു എന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മരിച്ചുപോയ ചന്ദ്രേട്ടന്റെ ആത്മാവിനെ അപമാനിക്കാൻ എനിക്കും ആഗ്രഹമുണ്ടായിട്ടല്ല. എപ്പോഴായാലും ഒരിക്കൽ തുറന്നു പറയേണ്ട രഹസ്യം തന്നെയാണിത്. ഞാനതിപ്പോ പറഞ്ഞില്ലെങ്കിലും അപർണ നാളെ ഈ വീടിന്റെ പടി കയറി വരും. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളും അത് അറിയണം. എല്ലാം അറിഞ്ഞിട്ട് ഞാനത് ഒളിച്ചു വയ്ക്കുന്നത് എന്റെ സഹോദരങ്ങളെ ഞാൻ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. എന്താ ഇവിടെ പ്രശ്നം? ഏയ്, ഇവിടെ എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ മുഖം കണ്ടറിയാലോ എന്തോ പ്രശ്നമുണ്ടെന്ന്.
നിങ്ങൾ എന്തോ ഒളിക്കുന്നത് പോലെ ഉണ്ടല്ലോ. ഒളിക്കാനേ ഇവന് പലതുണ്ടാവും. എനിക്ക് നിന്നോട് ഒളിക്കാൻ ഒന്നുമില്ല. എങ്കിൽ പിന്നെ കാര്യം എന്താണെന്ന് പറ. എനിക്ക് ഇവന്റെ സാന്നിധ്യത്തിൽ നിന്നോട് ചിലത് പറയാനുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ക്ഷമയോട് കൂടി കേൾക്കണം. എല്ലാം സഹിച്ചു ക്ഷമിച്ചും ജീവിക്കുന്ന ആളല്ലേ ഞാൻ. ആരെന്തു പറഞ്ഞാലും ആരെക്കുറിച്ച് എന്ത് കേട്ടാലും എനിക്ക് ഞെട്ടലുണ്ടാവില്ല. എല്ലാം ഞാനിപ്പോ ശീലിച്ചു വരികയാണ്. ഇത് അങ്ങനെ ഒരു പ്രശ്നമല്ല. ഇത്രയും കാലം ഈ വീട്ടിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂവാ. കുറച്ച് ദിവസമായി ഞാനും അതിന്റെ ടെൻഷനില്ല. ഇപ്പൊ പിടിക്കപ്പെട്ടപ്പോഴേ ഇവൻ ചില സത്യങ്ങളുമായിട്ട് വന്നിരിക്കുക. ആ സത്യം ഇനി നീ കൂടി അറിയണം. മാധവ, അക്കാര്യം ഞാൻ തന്നെ പറയാം. എപ്പോഴായാലും ആർച്ചയോടെല്ലാം തുറന്നു പറയേണ്ടതല്ലേ. എന്റെ ഭാര്യയോടത് പറയാൻ ഇനി എനിക്ക് മടിയില്ല. ആർച്ചയെ വേണമെന്നില്ല. നിങ്ങൾ രണ്ടുപേരും എന്നോട് ആ കാര്യം പറയണമെന്നില്ല. രണ്ടുപേരും എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. നിനക്കെന്തറിയാം? അപ്പുവേട്ടൻ വാടക വീട്ടിൽ ഒളിച്ചു താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അപർണയെ പറ്റിയല്ലേ നിങ്ങൾക്ക് പറയാനുള്ളത്? അവളെപ്പറ്റി എനിക്കറിയാം. നീ കരുതുന്ന പോലെ ഒരു പെണ്ണല്ല അപർണ. ഇവൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞാനും ഇപ്പൊ കൺഫ്യൂഷനില്ല. എനിക്ക് അപർണയുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ല ഏട്ടാ. അവൾ നമ്മുടെ അച്ഛന്റെ മകളാണ്. എനിക്ക് അപർണയുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ല ഏട്ടാ. അവൾ നമ്മുടെ അച്ഛന്റെ മകളാണ്. അപർണ നമ്മുടെ സഹോദരിയാണ്. ആ സത്യമല്ലേ നിങ്ങൾ എന്നോട് പറയാൻ വന്നത്? ഇതെല്ലാം നീ എങ്ങനെ അറിഞ്ഞു? ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചു. എങ്ങനെ അറിഞ്ഞു എന്നല്ലേ അറിയേണ്ടത്. പറയാം. നിരഞ്ജന എന്താ പെട്ടെന്ന് വന്നത്? നിന്നെ പെട്ടെന്നൊന്ന് കാണണം തോന്നി, അതുകൊണ്ട് വന്നതാ. ഹസ്ബൻഡിനൊപ്പം നാട്ടിൽ പോവാന്നല്ലേ പറഞ്ഞത്? ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരുമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനൊപ്പം നാട്ടിലേക്ക് പോയില്ലേ? പോകണമെന്ന് വിചാരിച്ചതാ, പോയില്ല. അതെന്താ, ഹസ്ബൻഡിന് ലീവ് കിട്ടിയില്ലേ? ലീവ് കിട്ടിയില്ല. ഇവിടുത്തെ ആളുടെയും പ്രശ്നം അതാ. ലീവ് കിട്ടിയാലല്ലേ നാട്ടിലൊന്ന് പോകാൻ കഴിയും. അപ്പോഴിനോട് ഞാൻ എത്ര തവണ പറയുന്നു, പോലീസുകാരല്ലേ, അവർക്ക് ലീവ് കിട്ടിയിട്ട് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല നിരഞ്ജനെ. അപർണേ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയൂ. എന്താ നിരഞ്ജനെ? നിന്റെ അപ്പുവേട്ടൻ ശരിക്കും നിന്റെ ഭർത്താവ് തന്നെയാണോ? അതെന്താ നിരഞ്ജനെ താൻ അങ്ങനെ ചോദിച്ചത്? ചില പോലീസുകാർക്ക് ജോലി ചെയ്യുന്നിടത്തൊക്കെ വഴിവിട്ട ചില ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ആണോ നിങ്ങൾ തമ്മിൽ? നിന്റെ അപ്പുവേട്ടൻ നിന്നെ നിയമപ്രകാരമാണോ കല്യാണം കഴിച്ചത്? അതോ ഏതെങ്കിലും കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നിന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കാനെത്തി അങ്ങനെ നിങ്ങൾ തമ്മിൽ ബന്ധമായതാണോ? നിരഞ്ജൻ എന്താ പതിവില്ലാതെ എങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്ക് ചില സംശയങ്ങളുണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. എന്ത് സംശയങ്ങൾ? നിന്റെ അപ്പുവേട്ടന് മറ്റൊരു ഭാര്യയുണ്ടെന്ന് നിനക്കറിയാമോ? എന്തൊക്കെയാ പറയുന്നു നിരഞ്ജനെ? ഇനി എന്നെ നീ നിരഞ്ജനെന്ന് വിളിക്കരുത്. നീ കരുതുന്നത് പോലെ ഞാൻ നിരഞ്ജനയല്ല. പിന്നെ നീ ആരാ? അപ്പുവേട്ടന്റെ ഭാര്യ ആർച്ചിയാണ്. അപ്പുവേട്ടനും നീയും തമ്മിലുള്ള ബന്ധമറിയാൻ ഞാൻ നിരഞ്ജനയായിട്ട് അഭിനയിക്കുമായിരുന്നു. ഇനി എനിക്കൊന്നേ അറിയാനുള്ളൂ, അപ്പുവേട്ടന്റെ ഭാര്യയായി ഞാനുള്ളപ്പോ നീ എന്തിനാ അപ്പുവേട്ടൻ നിന്റെ ഭർത്താവാണെന്ന് എന്നോട് കള്ളം പറഞ്ഞത്? സത്യം പറ, നീയും അപ്പുവേട്ടനും തമ്മിൽ ഈ ബന്ധം തുടങ്ങിയിട്ട് എത്ര നാളായി? അപ്പുവേട്ടൻ നിന്നെയാണോ അതോ എന്നെയാണോ ആദ്യം വിവാഹം കഴിച്ചതെന്ന് എനിക്കറിയണം. സത്യം പറ. അപ്പുവേട്ടന്റെ ഭാര്യയായി എനിക്ക് അതറിയാനുള്ള അവകാശമുണ്ട്. അപ്പുവേട്ടൻ എന്നെയാണോ നിന്നെയാണോ വഞ്ചിച്ചത്? അപ്പുവേട്ടൻ വഞ്ചിച്ചത് ആരെയാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ നീ മണിമംഗലത്തെ ആർച്ചയാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു സത്യം പറയാം. അപ്പുവേട്ടൻ എന്റെ ഭർത്താവാണെന്ന് നിലനിൽപ്പിന് വേണ്ടി ഞാൻ പറഞ്ഞൊരു കള്ളമാണ്. അപ്പുവേട്ടൻ എന്റെ ഭർത്താവല്ല, എന്റെ സംരക്ഷകൻ മാത്രമാണ്. സംരക്ഷകനോ? അപ്പുവേട്ടൻ നിന്നെ എന്തിനാ സംരക്ഷിക്കുന്നത്? അതിന് നീയും അപ്പുവേട്ടനും തമ്മിൽ എന്താണ് റിലേഷൻ?
അപ്പോഴും ഞാനും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. പക്ഷെ നീയും ഞാനും തമ്മിലാണ് റിലേഷൻ. നമ്മൾ തമ്മിൽ റിലേഷനോ? അതിന് നീ ആരാ? നിന്റെ സഹോദരി, മണിമംഗലത്തെ ചന്ദ്രകുമാറിന്റെ മകളാ ഞാൻ. നീ എന്നെ ഇത്രയും തെറ്റിദ്ധരിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാ ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോഴൊരിക്കലും അറിയരുത്. അപർണയുടെ കാര്യത്തിൽ മാധവേട്ടന് സംശയമൊന്നും വേണ്ട. അവൾ നമ്മുടെ അച്ഛന്റെ മകൾ തന്നെയാണ്. ഈ കാര്യം നീ അറിഞ്ഞിട്ട് എന്നോട് എന്തിനാ മറച്ചു വെച്ചത്? ഏട്ടനോട് പറയാൻ സമയമായില്ലെന്ന് എനിക്ക് തോന്നി. ഇപ്പോഴല്ലേ അതിനുള്ള ഉചിത സമയം വന്നത്. അപ്പൊ ഈ സത്യമെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണോ നീ എന്നോട് ഈ പിണക്കമെല്ലാം കാണിച്ചത്? ഇങ്ങനൊരു സത്യം അറിഞ്ഞ സ്ഥിതിക്ക് അത് ശരിയാണോ എന്നെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? ചോദിക്കാമായിരുന്നു, ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. അപ്പോഴേട്ടൻ ഇങ്ങനെയൊരു കാര്യം അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് എന്നോട് തുറന്നു പറഞ്ഞില്ല? അതാണ് എനിക്ക് ഏറ്റവും വിഷമുണ്ടാക്കിയത്. എന്നോട് അപ്പോഴേട്ടൻ പറയാതിരിക്കാനും മറച്ചു വെക്കാനും മാത്രം എന്ത് തെറ്റാണ് ഇതിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേട്ടൻ ഒന്നും മറന്നു. ഞാൻ അപ്പോഴേട്ടനെ വിവാഹം കഴിച്ച സാഹചര്യം അപ്പോഴേട്ടൻ ഓർമ്മയുണ്ടോ? അപ്പോഴേട്ടൻ ആരാണെന്നറിയാതെ മന്ദബുദ്ധിയായ ഒരാളെ വിവാഹം കഴിക്കാൻ തയ്യാറായ ആളാണ് ഞാൻ. എനിക്കപ്പോ ഒരു ദുരഭിമാനവും തോന്നിയില്ല. അപർണ എന്റെ അച്ഛന്റെ മകളാണെന്ന് അപ്പോഴേട്ടൻ എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു പ്രയാസം ഉണ്ടാവില്ലായിരുന്നു. എന്നിൽ നിന്നൊന്നും മറച്ചു വെക്കാത്ത അപ്പോഴേട്ടൻ അപർണയുടെ കാര്യം മാത്രം മറച്ചു വെച്ചു. അപ്പോഴേട്ടനോട് ഞാൻ പിണക്കം കാണിച്ചതിന്റെ കാരണം അത് മാത്രമാണ്. സോറി ആർച്ചേ. ചന്ദ്രേട്ടന് ഞാൻ കൊടുത്തുപോയൊരു വാക്കിന്റെ പേരിൽ കുറെ കാലം ഉള്ളിൽ കൊണ്ടു നടന്നൊരു തീ ഇന്ന് അണഞ്ഞു കിട്ടിയല്ലോ. അത് തന്നെ ആശ്വാസം. മാധവനോട് എനിക്ക് പിണക്കമില്ല. ആർച്ചയോട് സ്നേഹമുള്ള സഹോദരൻ എന്ന നിലയിൽ മാത്രമേ മാധവന്റെ പ്രതികരണങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളൂ. അതെല്ലാം ശരി തന്നെ. പക്ഷേ സത്യം അറിഞ്ഞിട്ടും നിന്നെ അവിശ്വസിച്ചത് എന്റെ തെറ്റല്ലേ? തെറ്റാണെന്ന് തോന്നിയെങ്കിൽ പ്രായശ്ചിത്തം എന്നോടല്ല വേണ്ടത്, അപർണയോടാ. അവളെ നിങ്ങൾ സഹോദരിയായി സ്വീകരിക്കണം. ഇപ്പോൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് മേനകയുടെ കല്യാണം കഴിയുന്നതുവരെ അപർണയുടെ സത്യം ആരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത്. മേനകയുടെ കല്യാണം ഒരു പ്രശ്നമാകരുതല്ലോ അപ്പു. എന്നാ പിന്നെ മേനകയുടെ കല്യാണം കഴിയുന്നതുവരെ അപർണ ആ വാടക വീട്ടിൽ തന്നെ താമസിക്കട്ടെ. അതല്ലേ നല്ലത്? അത് മതി അപ്പോഴേട്ടാ. മേനകയുടെ കല്യാണം വരെ അവൾ അവിടെ താമസിക്കട്ടെ. അതാണിപ്പോ നല്ലത്. അതെ, അത് കഴിഞ്ഞ് അപർണയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താം. അതെ, ഒരു പുതിയ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് പറയാനാ ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത്. എന്ത് ന്യൂസ് ആയാലും തനിക്കത് ഫോണിൽ കൂടെ പറഞ്ഞാ പോരായിരുന്നു? ഫോണിൽ കൂടെ പറഞ്ഞാൽ എന്റെ കാര്യം നടക്കില്ലല്ലോ. ഒരു സുപ്രധാന വിവരം കൈമാറുമ്പോ എനിക്കും കൂടി എന്തെങ്കിലും ഗുണം കിട്ടണ്ടേ? തനിക്ക് വേണ്ടത് പണമല്ലേ? അത് ഞാൻ തരാം. ആദ്യം ന്യൂസ് എന്താണെന്ന് പറ. അതിനു മുമ്പ് എനിക്കൊരു ഉറപ്പ് കിട്ടണം. എന്തുറപ്പ്? ഈ ന്യൂസ് ഞാനാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് ഒരിക്കലും അപ്പു സാർ അറിയാൻ ഇടവരരുത്. അപ്പു സാർ അറിയാൻ ഇട വന്നാൽ എന്നെ പൊക്കിക്കൊണ്ടുപോയി ഇടിച്ച് ശരിപ്പെടുത്തും. താൻ പറയുന്ന കാര്യം അപ്പു സാർ അറിയാനൊന്നും പോകുന്നില്ല. അറിഞ്ഞാലും അത് പറഞ്ഞത് താനാണെന്ന് മറ്റാരും അറിയാതെ ഞാൻ നോക്കിക്കോളാം. താൻ ന്യൂസ് എന്താണെന്ന് പറ. ആ വാടക വീട്ടിൽ അപ്പു സാർ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന അപർണയില്ലേ, അവളും അപ്പു സാറും തമ്മിലുള്ള ബന്ധം നമ്മളാരും കരുതുന്ന പോലുള്ള ഒരു ബന്ധമല്ല. അപ്പോ അപ്പുവിന്റെ രഹസ്യകാമുകി അല്ലേ അപർണ? അല്ല, അപ്പു സാറും അവളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമേ ഇല്ല. മറ്റുള്ളവർ സംശയിക്കാതിരിക്കാൻ അവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ അത്. ശരിക്കും അപർണ അപ്പു സാറിന്റെ കാമുകിയോ ഭാര്യയോ അല്ല. പിന്നെ ആരാ അവള്? അവൾ ജാരസന്തതിയാ. ജാരസന്തതിയോ? താനൊന്ന് തെളിച്ചു പറ. അവൾ മണിമംഗലത്തെ ചന്ദ്രേട്ടന്റെ മോളാ. മണിമംഗലത്തെ ചന്ദ്രനങ്കളുടെ മകളോ? അതെ, എനിക്ക് വ്യക്തമായ അറിവ് കിട്ടിയിട്ടല്ലേ ഞാൻ ഈ പറയുന്നത്.